ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെരുമ്പിലാവിലുള്ള വിദ്യാലോകം എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1970 കാലഘട്ടത്തിലേക്ക് പോയ പോലെയാണ്. ആ കാലഘട്ടത്തിലെ സിനിമകളും പിന്നെ കുറേ ചെറിയ പെരുമ്പിലാവിലുണ്ടായിരുന്ന ചെറിയ ഷോപ്പുകളും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസിൽ തന്നെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒരു മഞ്ഞിൻ്റെ എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ അവിടെയൊക്കെ പോയൊരു ഫീലാണ് നമുക്ക് തോന്നുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ കുറേ സ്പോട്ടുകളുണ്ട്, നല്ല നല്ല സ്പോട്ടുകളുണ്ട്. ഓരോ സൈഡിലും ഓരോ റെസ്റ്റോറൻറ്റുകളും ചെറിയ പാർട്ടായിട്ട്. അതിൽ പണ്ടത്തെ പെരുമ്പിലാവിലെ ഓരോ ചെറിയ കടകളുണ്ടാവില്ലേ, അതേപോലെ ഇങ്ങനെ ഔഷധശാലകൾ, പലചരക്ക് വ്യാപാരം, അങ്ങനെയൊക്കെ ഓരോ അന്നത്തെ കടകളുടെ പേരുകളും. ശരിക്കും നമുക്ക് ഒരു പെരുമ്പിലാവ് പണ്ട് പോയ ആൾക്കാർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ കുറേ പോസ്റ്ററുകളുണ്ട്, നടിമാരതൊക്കെ, പഴയകാല നടിമാർ, കുറേ പിക്ചേഴ്സ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കാതിരിക്കുക. അവരവിടെ വന്ന് ഓർഡർ എടുത്ത് ഫുഡ് കൊണ്ട് വന്ന് തരും. ഞങ്ങൾ താഴത്തല്ല, മുകളിലാണ് ഇരുന്നത്. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയാണ്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. നെയ്മീൻ നിർവാണ, അർത്തുങ്കൽ താറാവ് വറ്റിച്ചത്, വേണാട് പാൽക്കൊഞ്ച്, അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അജയൻ ചാലിശ്ശേരിയാണ്. അദ്ദേഹം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ഫിലിമിൻ്റെ ആർട്ട് ഡയറക്ടറാണ്.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഒരു ആംബിയൻസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കൂ. പിന്നെ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണേ.